എൻക്ലെക്സാറിന് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു പുതിയ എൻക്ലെക്സാറിൻ ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷേ ഇതിനകത്തിലെ കണ്ടന്റ് എല്ലാ ടൈപ്പ് ഓഫ് നഴ്സിംഗ് എക്സാംസിനും ഗുണപ്പെടും. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ നഴ്സ് റിവ്യൂസ് എ ക്ലയൻറ്റ്സ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് ഐഡന്റിഫൈസ് എ ഡയഗ്നോസിസ് ഓഫ് presbycusis. The nurse should integrate which intervention in the care plan? Have educational materials in large print, provide an eye patch to the affected eye, request food be seasoned with the herbs, move closer to the better hearing ear. ചോദ്യം ഇതാണ്, presbycusis ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. അപ്പോൾ ആ പേഷ്യൻറ്റിന് പറ്റിയ ഇൻ്റർവെൻഷൻ കെയർ പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വരാം എന്താണ് presbycusis എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ ഒരു എന്താ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ വരാം. എന്താ പറയണ്ടേ, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അസോസിയേറ്റഡ് വിത്ത് ഏജിങ്. പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ പ്രായമായവരിൽ ഉണ്ടാകുന്ന കേൾവിക്കുറവാണ്, കേൾവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത്. സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, കാരണം അത് ചിലപ്പം കണക്ട് ചെയ്ത് വേറെ രീതിയിലൊക്കെ ചോദ്യം കിട്ടിയേക്കും, അതുകൊണ്ട് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം ഹിയറിംഗ് ലോസ് 2 ടൈപ്പ് ഉണ്ട്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ട്, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. നമുക്കറിയാം എക്സ്റ്റേണൽ ഇയറിനെയോ മിഡിൽ ഇയറിനെയോ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇയറിംഗ് ലോസ് ആണെങ്കിൽ അത് നമ്മൾ എന്താ പറയണ്ടേ, കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നാണ് പറയുന്നത്. കാരണം കണ്ടക്ഷൻ ഉണ്ടാകുന്ന വിഷയമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അത് ഒരു പരിധി വരെയൊക്കെ ടെമ്പററി ആയിരിക്കും ഹിയറിംഗ് ലോസ്, നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന കേസ് ആയിരിക്കും. നേരെ മറിച്ച് ഉള്ളിൽ എന്ന് വെച്ചാൽ ഇന്നർ ഇയർ കോക്ലിയയുടെ ഭാഗത്ത് അല്ലേ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പെർമനന്റ് ഇഷ്യൂ ആയിരിക്കും, പെർമനന്റ് ഡാമേജ് ആയിരിക്കും, അല്ലെ പെർമനന്റ് എന്താ പറയുന്നത് ഹിയറിംഗ് ലോസ് ആയിരിക്കും അത് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഉള്ളിലാണ് ഇന്നർ ഇയറിൽ കോക്ലിയയിൽ ബേസിലാർ മെംബ്രെയിൻ ഉണ്ട്, ഹെയർ സെൽസ് ഉണ്ട്. ഓക്കെ, പുറത്തുനിന്ന് എത്തുന്ന സൗണ്ട് വേവ്സ് കണ്ടക്ട് ചെയ്തിട്ട് കുറച്ച് കഥയുണ്ട്, എന്നാലും ചുരുക്കി അങ്ങ് പറഞ്ഞാൽ ഉള്ളിലെത്തി കോക്ലിയക്കകത്തെത്തി ബേസിലാർ മെംബ്രെയിൻ ഹെയർ സൈസിലെ മൂവ് ചെയ്യിപ്പിക്കുന്നു അല്ലെ. അപ്പൊ അവിടെ എത്തുന്ന ഈ സൗണ്ട് വേവ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് കോക്ലിയർ നെർവ് വഴിയാണ് ഇവിടെ നമ്മുടെ ടെമ്പറൽ ലോബിൽ ഈ ഇമ്പൾസുകൾ എത്തിയിട്ട് അവിടെയാണ് നമ്മൾ സൗണ്ട് പെർസെപ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതാണ് ചുരുക്കം. അപ്പം ഇന്നർ ഇയറിന് പ്രശ്നമുണ്ടായാൽ കേൾവിക്ക് പ്രശ്നമുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നത്തിന് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രായം കൂടുമ്പോൾ അല്ലെങ്കിൽ ഏജിങ് ആവുമ്പോഴുള്ള പ്രശ്നം ഡീജനറേഷൻ ഉണ്ട്. നെർവ്സിനൊക്കെ ഡീജനറേഷൻ ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അതുപോലെ നമ്മുടെ ഇന്നർ ഇയറിലെ കോക്ലിയയിലെ ഹെയർ സെൽസ് അല്ലെങ്കിൽ അവിടുത്തെ ഗാംഗ്ലിയോണിക് സെൽസിന് ഡീജനറേഷനും അട്രോഫിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രായം കൊണ്ടുണ്ടാകുന്ന ആ ഡീജനറേഷൻ കാരണം, ആ ഹെയർ സെൽസിനുണ്ടാകുന്ന ഡാമേജ് കാരണം കേൾവിശക്തിക്ക് പ്രശ്നമുണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് പ്രശ്നം ഉള്ളിലാണ്, ഇന്നർ ഇയറിലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നത്. അത് കണക്ട് ചെയ്ത് വെച്ചോണം. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് അല്ല ഇവിടെ ഈ ഏജ് റിലേറ്റഡ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ presbycusis ഉണ്ടാകുന്ന. ഓക്കെ, രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കേൾവിശക്തി നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ കുറയുക എന്ന് പറയുന്നത് അക്യൂട്ട് ആയിരിക്കത്തില്ല. അത് എന്താ പറയുന്നത് ഗ്രാജുവൽ ആയിരിക്കും. പതുക്കെ ആയിരിക്കും അവർക്ക് ആ കേൾവിശക്തി നഷ്ടപ്പെട്ടു പോകുന്നത്. ഈ ഡാമേജും പതുക്കെ പ്രോഗ്രസ് ചെയ്തു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗ്രാജുവൽ ആയിട്ടുള്ള ബൈലാറ്ററൽ ആയിട്ടുള്ള 2 ചെവിയും അഫക്റ്റ് ചെയ്യുന്ന ഹിയറിംഗ് ലോസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. ആദ്യമൊക്കെ ഹൈ ഫ്രീക്വൻസി സൗണ്ട് കേൾക്കാനായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരോട് സംസാരിക്കും, ഇവരോട് കാര്യം പറയുമ്പം താരതമ്യേന കുഴപ്പമില്ലാത്ത ചെവി, ഓക്കെ, ലെസ് അഫക്റ്റഡ് ആയിട്ടുള്ള ഇയറിൽ വളരെ ക്ലിയർ ആയിട്ട് സ്ലോ ആയിട്ട് കാര്യങ്ങൾ പറയുക. എന്താ പറയണ്ട, ഒരുപാട് ഒച്ചയൊന്നും വെക്കരുത്, ഷൗട്ട് ചെയ്യാതെ വേണം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ആ ചെവിയിലോട്ട് കുറച്ചുകൂടെ ക്ലോസ് ആയി നിന്നുകൊണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയും കാര്യം വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആൻസർ കിട്ടും. ഞാൻ കാര്യത്തിൽ ഓപ്ഷൻ ഡി കിടപ്പുണ്ട് അല്ലേ, മൂവ് ക്ലോസർ ടു ദി ബെറ്റർ ഹിയറിംഗ് ഇയർ. കുറച്ചെങ്കിലും കേൾക്കാൻ പറ്റുന്ന ചെവിയിലോട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. വളരെ സ്ലോ ആയിട്ട് ക്ലിയർ ആയിട്ട് പതുക്കെ കാര്യം പറയാം. ഒരുപാട് ഒച്ച വെച്ചിട്ട് പറയാൻ പാടില്ല. ഒച്ച വെച്ച് പറഞ്ഞാൽ അവർക്ക് ഒട്ടും കേൾക്കാൻ പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ട്, ഒട്ടും ക്ലാരിറ്റി കിട്ടാൻ പോകുന്നില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എടുത്ത് കളയാവുന്നേ ഉള്ളൂ എലിമിനേഷനിൽ. കാരണം ചേരുന്നില്ല. എന്താ ആദ്യത്തെ 2 ലാർജ് പ്രിന്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് അവരെ പഠിപ്പിക്കുക, പിന്നെ അഫക്റ്റഡ് ആയില്ല ഐ പാച്ച് വെക്കുക. 2 കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് അല്ലേ. അപ്പൊ ഈ കേൾക്കുമ്പോൾ ഒരു സംശയമൊക്കെ വരും ശരിക്കും പഠിക്കാത്തവരിൽ. presbycusis, presbyopia വേറൊരു പ്രശ്നമുണ്ട്. presbyopia എന്ന് പറഞ്ഞാൽ കാഴ്ചയുടെ വിഷയമാണ്, ഏജ് റിലേറ്റഡ് തന്നെ. പ്രസ് എന്ന് പറഞ്ഞാൽ എൽഡർലിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ പ്രായമായവരിൽ ഉണ്ടാകുന്ന കാഴ്ചയുടെ പ്രശ്നമാണ്. ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ട് എന്താ പറയുന്നത് ഈ ഷോർട്ട് വിഷനെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് presbyopia എന്ന് പറയുന്നത്.
കാഴ്ചയുടെ പ്രശ്നം ബന്ധപ്പെട്ടുള്ള ഇൻ്റർവെൻഷൻ നമുക്ക് ഇവിടെ എടുക്കേണ്ട കാര്യം എന്താ, ഇവിടെ കേൾവിയുടെ പ്രശ്നമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോ അതുകൊണ്ട് എയും ബിയും അങ്ങനെ തന്നെ കളയാം. പിന്നെന്താണ് റിക്വസ്റ്റ് ഫുഡ് ബി സീസൺഡ് വിത്ത് ഹെർബ്സ്. അപ്പം അത് ടേസ്റ്റ് സ്മെല്ലിനൊക്കെ പ്രശ്നമുള്ള സമയത്ത്, പ്രത്യേകിച്ച് ടേസ്റ്റിൻ്റെ പ്രശ്നത്തിലൊക്കെയാണ് അങ്ങനത്തെ ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് 3 കളയാം. എന്നിരുന്നാലും ഈ ക്വസ്റ്റ്യൻ എടുത്തതിൻ്റെ ഉദ്ദേശം ആ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാന്നുള്ളതാണ്. പ്രിസ്ബൈക്കോസിസിൽ കേൾവി ശക്തിയുടെ പ്രശ്നമാണ്, പ്രായമായവരിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്, അത് ഗ്രാജുവലാണ്, ബയലാറ്ററലാണ്. സോ അതുകൊണ്ട് ഏറ്റവും നല്ല ചേരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഗവൺമെൻറ് മോഡൽ, അതുപോലെ തന്നെ എന്താ പറയുക RN എക്സാംസ്, ഓക്കെ, NCLEX RN, പ്രോമെട്രിക്ക്, DH, HAD, NHRA അങ്ങനെയൊക്കെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും പിന്നെ ക്രാഷ് കോഴ്സസും മിനി ക്രാഷും, ഓക്കെ, ഒരുമാതിരിയൊക്കെ പഠിച്ചവർക്ക് ഒരു അവസാനം ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള മിനി ക്രാഷ് കോഴ്സ് ഉൾപ്പെടെ നമ്മുടെ നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.